നെക്സ്റ്റ് ടോപ്പിക് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഫുൾ ടൈം എടുക്കുകയാണെങ്കിൽ, ടൈം ടി എടുക്കുകയാണെങ്കിൽ അതിൽ ഹാഫ് ടൈം ഒരു ഡയറക്ഷനിലും അടുത്ത ഹാഫ് ടൈം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് അത് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്താണ്, അല്ലെങ്കിൽ മീൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫുൾ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പം ഇങ്ങനെയാണല്ലോ വരുന്നത്, ഇതാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ദ സൈക്കിൾ ഈസ് ടി. അപ്പോൾ ഈ ഒരു ഫുൾ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം എന്താണ്, ഒരു ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു, ആ സെയിം ടൈമിൽ T/2 എന്ന് പറയുന്ന സെയിം ടൈമിൽ തന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് 0 ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫൈനൈറ്റ് മീൻ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു മീൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാഫ് സൈക്കിൾ വെച്ചിട്ടാണ്. T/2 ഇതാണല്ലോ T/2 എന്ന് പറയുന്നത്, ഇത് T. അപ്പോൾ ഈ T/2 എന്ന് പറയുന്ന ആ ഒരു ഹാഫ് സൈക്കിൾ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഒരു മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ആവറേജ് വാല്യൂ തന്നെയാണ്. ഇപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൻ ഫോർ കംപ്ലീറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാണ് എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട്. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം, ഡി ടി എന്ന് പറയുന്ന ഒരു ടൈം എടുക്കുന്നു, ആ ഒരു ടൈമിലെ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു സെക്കൻഡ് ഡി ടി എന്ന് പറയുന്നൊരു ടൈം എടുക്കുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അടുത്ത ഡി ടി എന്ന് പറയുന്ന ടൈം എടുക്കുന്നു, ചെറിയൊരു ടൈം ഇൻ്റർവൽ എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അങ്ങനെ എവിടെ വരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും, ഈ T/2 എന്ന് പറയുന്ന ഈ ടോട്ടൽ ഈ ഒരു ഹാഫ് സൈക്കിൾ വരെ അല്ലേ, ഹാഫ് സൈക്കിൾ വരെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ടോട്ടൽ എന്ന് പറയുന്നത് 0 to T/2 ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് 0 to T/2 IDT എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ആവറേജ് അല്ലെങ്കിൽ മീൻ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മീൻ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ കറണ്ട് ഡിവൈഡ് ബൈ ഇനി അതിനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമാണ് എടുത്തത്. ഇത്രയും ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, T/2 ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ T/2 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഐ മീൻ ഈസ് ഈക്വൽ ടു 1/T/2 ഇൻ്റഗ്രൽ 0 to T/2 IDT. ഇവിടെ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഐയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, I0 sin ωt എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വെയർ T ഈസ് ഈക്വൽ ടു 2π/ω എന്ന് എഴുതാനായിട്ട് പറ്റും. വേറെ ω ഇസ് ദി ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് T/2 അല്ലെങ്കിൽ Tക്ക് പകരം നമുക്ക് ഈ ഒരു 2π/ω, അതുപോലെ തന്നെ ഇവിടെയും Tക്ക് പകരം നമുക്ക് 2π/ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഐ മീൻ ഈസ് ഈക്വൽ ടു ω/π ഇൻ്റഗ്രൽ 0 to π/ω I0 sin ωt dt. ഇവിടെ ഐക്ക് പകരം I0 sin ωt dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ 2π/ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ 0 to T/2 ആ ഒരു രീതിയിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ജസ്റ്റ് ഇതിനെന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ω/π. ഇവിടെ I0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂ ആണ്. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ I0 ഇൻ്റഗ്രലിന് പുറത്ത് എടുത്തിരിക്കുന്നു. ഇനി അടുത്തത് എന്താണ്, sin ωt dt ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ സൈനിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് കോസ് ആണ് കിട്ടുന്നത് അല്ലേ. സോ മൈനസ് കോസ് ωt കിട്ടി ഇൻറ്റു ഇതെന്താണ് ωt ആണല്ലേ. അപ്പോൾ ωt വരുമ്പോൾ ഇതിനെ ഒന്നും കൂടി ഈ ωtയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കിട്ടും അല്ലേ. സോ ആ ഒരു ഒമേഗയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ മൈനസ് കോസ് ωt എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നു വിത്തിൻ ദ ലിമിറ്റ് 0 to π/ω. ഇനി അതിനുശേഷം ω ക്യാൻസലാകും. പിന്നെ അതിനകത്ത് കിടക്കുന്ന മൈനസ് കോസ് ω, ആ മൈനസ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് മൈനസ് I0/π കോസ് π മൈനസ് കോസ് 0. അപ്പോൾ കോസ് π മൈനസ് കോസ് 0 ഇവിടെ എന്താണ്, ലിമിറ്റ് കൊടുത്തതാണ് കേട്ടോ. ലിമിറ്റ് കൊടുത്തതാണ്, Tക്ക് ലിമിറ്റ് കൊടുത്തു. ഇനി കോസ് π എന്ന് പറയുന്നത് എന്താണ്, കോസ് π ഈസ് കോസ് 180. കോസ് 180യുടെ വാല്യൂ -1. അതുപോലെ തന്നെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 എന്ന് പറയുന്നത് -2 വരും. -2 ഇൻറ്റു -1 വന്നാൽ +2 വരും. സോ 2
ബൈ പൈ I0. അപ്പോൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.637 I0. സോ ഒരു എ സി കറണ്ടിൻ്റെ അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഫോർ എ ഹാഫ് സൈക്കിൾ, അത് പ്രത്യേകം പറയാം, ഹാഫ് സൈക്കിളിലാണ് നമ്മൾ ഈ പറയുന്നത്. ഫുൾ സൈക്കിളിൽ അത് 0 ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹാഫ് സൈക്കിളിൽ ഈ ഒരു മീൻ വാല്യൂ ഓഫ് ദി എ സി കറണ്ട് എന്ന് പറയുന്നത് 0.637 ടൈംസ് ദി പീക്ക് വാല്യൂ. ഇപ്പോൾ പീക്ക് വാല്യൂവിൻ്റെ I0 എന്ന് പറയുന്ന I0 ആണല്ലോ ഇവിടുത്തെ പീക്ക് വാല്യൂ. ആ പീക്ക് വാല്യൂവിൻ്റെ എത്രയാണ്? 63.7%. ആ ഒരു വാല്യൂ ആണ് എ സിയുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത്.